ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്ലാസ് 8 കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്ററായ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററാണ്. നിങ്ങളെ ബേസിക് സയൻസിലെ 4th ചാപ്റ്ററായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ഒരു ചാനലിൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൻ്റെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പക്ഷേ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് നോട്ട്, റിവിഷൻ നോട്ട്സ് പോലെ തരാമോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നോട്ട്ബുക്കിലേക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ടായിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ വീഡിയോ കാണാതിരിക്കരുത്. നിങ്ങൾക്ക് ബേസ് കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം. അപ്പോൾ നമുക്ക് പലർക്കും അറിയാം, നമ്മുടെ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ അധിക പേർക്കും ജോലി ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്. അതിന് കാരണം അവർക്ക് ബുദ്ധിയില്ലായിട്ടോ അല്ലെങ്കിൽ അവർക്ക് അറിവില്ലായ്മ കൊണ്ടോ ഒന്നല്ല. പക്ഷെ അവർ പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് തന്നെ അറിയില്ല എന്താണ് പഠിക്കുന്നത് എന്നുള്ളത്. അപ്പം നിങ്ങൾ പഠിക്കുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും, ഓരോ അനന്ത സാധ്യതകളെ പറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് ഉള്ളത് നല്ല സ്മൂത്തായിട്ട് നടക്കും. അപ്പോൾ നിങ്ങൾ എല്ലാ കാര്യങ്ങളെ പറ്റിയും നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് കെമിസ്ട്രിയിൽ. അപ്പോൾ ഈ ഒരു ബേസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ടാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പാർട്ടായിട്ട് ഓരോ ഭാഗവും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കാണണം. എന്തായാലും നോട്ട് എഴുതുക എന്നുള്ള ഒറ്റ പർപ്പസ്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ഫുള്ള് ആ നോട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെ മൈൻഡിൽ നിൽക്കില്ല. അപ്പം നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ഷോർട്ട് നോട്ടാക്കിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളെ സജഷനും അതുപോലെ തന്നെ നിങ്ങളുടെ ആവശ്യപ്രകാരമുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളെല്ലാ വീഡിയോസും കാണാം. അതായത് നിങ്ങൾക്ക് മാത്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ഉണ്ട് ഈ ചാനലിൽ. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അതിനു മുമ്പ് നമുക്ക് ഫസ്റ്റ് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ടാണ് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കുന്നത്. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? നമ്മളിപ്പോൾ 8th സ്റ്റാൻഡേർഡിലുള്ളത്. അപ്പോൾ കെമിസ്ട്രി എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കെമിസ്ട്രി എന്ന് പറയുന്നത്? കെമിസ്ട്രി എന്ന് പറയുന്നത് മാറ്ററിനെ പറ്റിയുള്ള പഠനമാണ്. എന്താണ് മാറ്റർ എന്ന് പറയുന്നത്? അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചത്. അപ്പം ഇവിടെ കെമിസ്ട്രി എന്ന് പറയുന്നത് ഈ മാറ്ററിൻ്റെ സ്ട്രക്ചറും പ്രോപ്പർട്ടിയെ പറ്റിയുള്ള ഒരു പഠനമാണ്. പിന്നെ ഈ മാറ്റർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുണ്ട്, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കുന്നത് നമ്മൾ ഇതിനെ പറ്റിയൊക്കെയാണ്, മാറ്ററിനെ പറ്റിയാണ്. അതുപോലെ തന്നെ കുറേ സെപ്പറേഷൻ ടെക്നിക്സൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. മാറ്റർ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമുള്ളതും മാസം ഉള്ളതുമായ എന്തിനേയും നമുക്ക് മാറ്റർ എന്ന് പറയാം. നമ്മുടെ ചുറ്റുമുള്ള എല്ലാം എന്ന് പറയുന്നത് മാറ്ററാണ്. അപ്പോൾ നമുക്ക് മാറ്ററിൻ്റെ ഡെഫിനിഷൻ എഴുതാം. എനിത്തിങ് which needs space to occupy and have mass is called matter. Everything around us is composed of matter. അപ്പോൾ ഞാനിത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഓരോ പാർട്ടും ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ആ ഒരു പാർട്സ് എല്ലാം കാണുക. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ആക്ടിവിറ്റീൻ്റെ എയിം എന്ന് പറയുന്നത് ടു പ്രൂവ് ദാറ്റ് മെറ്റീരിയൽസ് റിക്വയർഡ് സ്പേസ് ടു ഓക്യുപ്പൈ. മെറ്റീരിയൽസിന് സ്പേസ് ആവശ്യമാണ് ഓക്യുപ്പൈ ചെയ്യാൻ എന്ന് പ്രൂവ് ചെയ്യാനാണ്. അതിനാവശ്യമായ മെറ്റീരിയൽസാണ് ബീക്കർ, വാട്ടർ, 3 ഡിഫറെൻറ്റ് സ്റ്റോൺസ്, ത്രെഡ്. ഇതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ടേക്ക് എ ബീക്കർ പാർഷ്യലി ഫിൽഡ് വിത്ത് വാട്ടർ, അതായത് പകുതി വെള്ളം നിറച്ച് വെക്കുക. ടൈ എ സ്റ്റോൺ അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രിങ് ആൻഡ് ഇമേഴ്സ് ഇറ്റ് ഇൻ വാട്ടർ. ഒരു സ്ട്രിങ്ങിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുക, അതായത് ത്രെഡിൻ്റെ എൻഡിൽ ഈ ഒരു സ്റ്റോണ് ടൈ ചെയ്ത് വെക്കുക. എന്നിട്ട് വാട്ടറിൽ ഇമേഴ്സ് ചെയ്യുക, അതായത് വാട്ടറിൽ മുക്കുക. എന്നിട്ട് ഒബ്സർവ് ദ വാട്ടർ ലെവൽ ആൻഡ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് അതർ 2 സ്റ്റോൺസ്. ബാക്കിയുള്ള 2 സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ, വാട്ടർ ലെവൽ റൈസസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഓഫ് ദ സ്റ്റോൺസ്. അതായത് സ്റ്റോണിൻ്റെ സൈസിനനുസരിച്ച് വാട്ടർ ലെവൽ മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റി. ഇനി അതിൻ്റെ റിസൾട്ട് എന്താ? അതായത് നമ്മൾ ഈ ഒരു കണ്ടുപിടുത്തത്തിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായി സ്റ്റോൺസ് നീഡ് സം സ്പേസ് ടു ഓക്യുപ്പൈ. സ്റ്റോണിന്
കുറച്ച് സ്ഥലം ആവശ്യമാണ് ഒക്യുപ്പൈ ചെയ്യാൻ. സോ ഇറ്റ് ഡിസ്പ്ലേസസ് സം വാട്ടർ. അത് കുറച്ച് വാട്ടറിന് ഡിസ്പ്ലേസ് ചെയ്യുന്നു. അതായത് ആദ്യമുള്ള ലെവലിൽ നിന്ന് കുറച്ച് വാട്ടർ റൈസ് ചെയ്യുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഈ സ്റ്റോണിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഈ റൈസായ വാട്ടറിന് ഈക്വൽ ആണെന്നുള്ളതാണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ നമ്മൾ മനസ്സിലാക്കി എല്ലാ മറ്റീരിയൽസിനും ഒരു സ്പേസ് വേണം ഒക്യുപ്പൈ ചെയ്യാനുള്ളത്. ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് 9th സ്റ്റാൻഡേർഡിൽ പഠിക്കാനുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അതായത് ഇപ്പോൾ വാട്ടറിൽ ഒരു സ്റ്റോൺ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ എഴുതണം വാട്ടർ ലെവൽ എന്ന് പറയുന്നത് റൈസ് ചെയ്യും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്റ്റോണിന് കുറച്ച് സ്പേസ് വേണം ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഈ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള, അതായത് മേലോട്ടേക്ക് ഈ സ്റ്റോൺ ഇട്ട സമയത്ത് വെള്ളം കുറച്ച് മേലോട്ടേക്ക് പോയില്ലേ, ആ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റോണിൻ്റെ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇപ്പോൾ രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ടു പ്രൂവ് എയർ നീഡ്സ് സ്പേസ് ടു ഒക്യുപ്പൈ. നമ്മുടെ എയിം എന്ന് പറയുന്നത് എയറിനും ആവശ്യമാണ് സ്പേസ് ഒക്യുപ്പൈ ചെയ്യാൻ. അതിന് വേണ്ട മെറ്റീരിയലാണ് ബീക്കർ, വാട്ടർ, ഗ്ലാസ് ടബ്ലർ. അപ്പോൾ നിങ്ങളുടെ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ ഫിൽ 3/4 ഓഫ് ദ ബീക്കർ വിത്ത് വാട്ടർ ആൻഡ് ഇമേഴ്സ് ഗ്ലാസ് ടബ്ലർ വെർട്ടിക്കലി ഇൻ ദ വാട്ടർ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബീക്കറിൽ വെള്ളം എടുക്കുക. വെള്ളം എടുത്തതിൻ്റെ ശേഷം നിങ്ങൾ ടബ്ലർ ഇതുപോലെ പ്ലേസ് ചെയ്യുക. അപ്പോൾ എന്ത് ഒബ്സർവേഷനാണ് നിങ്ങൾ കാണുന്നത്? അപ്പോൾ ഈ ടബ്ലർ ഇമേഴ്സ് ചെയ്യുന്ന സമയത്ത് വാട്ടർ ലെവൽ റൈസ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ ടബ്ലറിലേക്ക് ഈ വാട്ടർ എൻ്റർ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഈ ഒരു ടബ്ലർ ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ എയർ ബബിൾസ് ഉണ്ടാവുകയും ഈ ടബ്ലറിൻ്റെ ഉള്ളിലേക്ക് വാട്ടർ കടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒബ്സർവേഷൻ. വെൻ ദ ടബ്ലർ ഈസ് ഇമേഴ്സ്ഡ് ഇൻ ദ വാട്ടർ ലെവൽ in through rises, water does not enter to the tumbler. When it is tilted, a lot of bubble goes out of it through water in the beaker and thus water entered to the tumbler. ഇതിൽ ഇൻഫറൻസ് എന്താണ്? ഇവിടെ നമ്മൾ കണ്ടെത്തിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ടബ്ലറിലെ എയർ എന്ന് പറയുന്നത് ഒരു മാറ്ററാണ്. അതിനും എന്താണ് സ്പേസ് ആവശ്യമാണ്. ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് മോർ ഇൻട്രസ്റ്റിംഗ് ആവും ഇപ്പോൾ ഒരു ആൻകർച്ചീഫ് ഓഫ് പേപ്പറോ ഈ ഒരു ടബ്ലറിൻ്റെ സൈഡിൽ നമ്മൾ ഫിക്സ് ചെയ്താൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആവും എന്നുള്ളതാണ് ഈ ഒരു ആക്ടിവിറ്റിയിൽ പറയുന്നത്. എക്സാമിന് നിങ്ങൾക്ക് ഈ രീതിയിലായിരിക്കും ചോദിക്കുന്നുണ്ടാവുക. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ ലെവൽ ഇൻ ദ ട്രഫ് എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ. അപ്പോൾ ഇതെന്താ സംഭവിക്കുക? വാട്ടർ ലെവലിൽ ടഫിൽ അതിലുള്ളത് ഇൻക്രീസ് ആവും. അതിൽ വാട്ടർ എൻ്റർ ആവുന്നുണ്ടോ എന്ന് ചോദിക്കും. യെസ്, വാട്ടർ എൻ്റർ ആവുന്നുണ്ട്. വാട്ട് മെറ്റീരിയൽ ഡസ് ദ ടംബ്ലർ ഓൾറെഡി കണ്ടെയ്ൻ? എയർ ആ ടംബ്ലറിൽ ഓൾറെഡി ഉള്ള മെറ്റീരിയൽ എന്താണ്? എയർ ആണ്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ വോളിയം ഓഫ് ദ മെറ്റീരിയൽ ആൻഡ് ദ ഡിഫറൻസ് ഇൻ ദ വാട്ടർ ലെവൽ? യെസ്, ബോത്ത് ആർ ഈക്വൽ. അതായത് ഈ വാട്ടർ ലെവലും ഈ മെറ്റീരിയലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതായത് എവരി മെറ്റീരിയൽസ് നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് മാറ്റർ എന്ന് പറയുന്നത് അതിന് സ്പേസ് വേണം ഒക്യുപ്പൈ, നീഡ്സ് സ്പേസ് ടു ഒക്യുപ്പൈ. അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് ആക്ടിവിറ്റി 3. അതിൻ്റെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രൂവ് ഓൾ മെറ്റീരിയൽ ഹാവ് മാസ്. എല്ലാ മെറ്റീരിയൽസിനും മാസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻ്റാണിത്. അതിന് വേണ്ട മെറ്റീരിയൽസ് ആണ് 30 സെൻറ്റിമീറ്റർ ലോങ് സ്കെയിൽ, അതുപോലെ ഒരു 2 ബലൂൺസ് ഓഫ് സെയിം സൈസുള്ള 2 ബലൂൺസ്, സെല്ലോ ടാപ്പ് ആൻഡ് ത്രെഡ്. പിന്നെ ഈ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് 2 ബലൂൺസ് ഫിൽഡ് വിത്ത് എയർ. കാറ്റ് നിറച്ച് 2 ബലൂണുകൾ ഈ ഒരു സ്കെയിലിൻ്റെ മുകളിൽ ഇതുപോലെ കെട്ടിയിടുക. എന്നിട്ട് ഇതുപോലെ ത്രെഡിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിക്കുക. ടൈ ദ സ്ട്രിങ് അറ്റ് ദ മിഡിൽ ഓഫ് ദ സ്കെയിൽ ആൻഡ് ഇറ്റ്സ് ഹാങ് പാരലായിട്ട് ഹാങ് ചെയ്യുന്നതായിട്ട് കാണാം. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു നീഡിൽ കൊണ്ട് അതിന് മുമ്പ് സെല്ലോ ടാപ്പ് യൂസ് ചെയ്തിട്ട് ഒരു ബലൂണിൽ സെല്ലോ ടാപ്പ് ഒട്ടിക്കുക. അതിനുശേഷം നിങ്ങൾ സൂചി കൊണ്ട് ഒരു ഹോൾ ഇടുക. അപ്പോൾ എന്താ സംഭവിക്കുക? ദെൻ യൂസിങ് എ നീഡിൽ മേക്ക് എ ഹോൾ എ പാർട്ട് ഓഫ് ബലൂൺ വേർ സെല്ലോ ടാപ്പ് ഹാസ് ബീൻ ഫിക്സഡ്. അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഇവിടെ കാറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ഭാഗം താഴോട്ടേക്ക് പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ബലൂൺ വിത്ത് എയർ ഈസ് ഹെവിയർ ദാൻ അതർ വിത്തൗട്ട് എയർ. അതായത് ഹെവിയർ ആയിട്ടുള്ളത് മേലോട്ടേക്ക് പോവല്ല ചെയ്യുക. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ നമ്മൾ മനസ്സിലാക്കി ബലൂൺ വിത്ത് എയർ ഈസ് ഹെവിയർ ദാൻ അതർ വൺ വിത്തൗട്ട്
എയർ ഇൻ ഇറ്റ്. ദ ഇൻക്രീസ് ഇൻ വെയിറ്റ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഹൈറ്റ്. ഇവിടെ ഈ വെയിറ്റ് കൂടുതലായിട്ട് അനുഭവപ്പെടാനുള്ള കാരണം ഈ ഒരു ബലൂണിനുള്ളിലുള്ള എയർ ആണ്. അപ്പോൾ ഈ 3 എക്സ്പെരിമെൻറ്റ്സിൽ പഠിച്ച കാര്യം എന്താണ്? എല്ലാ മെറ്റീരിയൽസിനും സ്പേസ് ആവശ്യമാണ്, അതുപോലെ തന്നെ അതിനൊക്കെ മാസ് ഉണ്ടെന്ന് പഠിച്ചു. ഈ മാറ്റർ എന്ന് പറയുന്നത് 3 ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിന് അതിൻ്റെ ഷേപ്പ്, വോളിയം, മാസ്, പിന്നെ അത് മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഷേപ്പ് പറയുകയാണെങ്കിൽ സോളിഡിന് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റേ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ ലിക്വിഡിന് ഡെഫിനിറ്റ് ഷേപ്പില്ല, ഗ്യാസിന് ഫിക്സഡ് ഷേപ്പില്ല. പിന്നെ വോളിയം ഉണ്ട്, ഡെഫിനിറ്റ് വോളിയം ഉണ്ട് സോളിഡിന്. ലിക്വിഡിന് ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, ഗ്യാസിനില്ല. അതുപോലെ സോളിഡിന് മാസ് ഉണ്ട്, ലിക്വിഡിനും മാസ് ഉണ്ട്, ഗ്യാസിനും മാസ് ഉണ്ട്. പിന്നെ സോളിഡ് സ്റ്റേറ്റിലാകുമ്പോൾ അതിന് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ലിക്വിഡിനും ഗ്യാസസിനും ഫ്ലോ ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത പോയിന്റ് നിങ്ങൾ പഠിക്കേണ്ടത് ടൈനി പാർട്ടിക്കിൾസ് ഇൻ മാറ്റർ. ഈച്ച് ആൻഡ് എവറി സബ്സ്റ്റൻസ് അറൗണ്ട് ആസ് ഒക്കർ ഇൻ നാച്ചർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾ വിച്ച് കനോട്ട് ബി സീ വിത്ത് അവർ നൈക്കഡ് ഐസ്. അതായത് നമ്മുടെ എല്ലാ സബ്സ്റ്റൻസും, നമ്മളുടെ ചുറ്റുമുള്ള സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ടൈനി പാർട്ടിക്കിൾ കൊണ്ടാണ്. അത് നമുക്ക് നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ബിയർ ഓൾ ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ സബ്സ്റ്റൻസ്. ഈ കാണാൻ പറ്റാത്ത ഇൻഡിവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിളിന് ഒരു സബ്സ്റ്റൻസിൻ്റെ എല്ലാ പ്രോപ്പർട്ടിയും ഉണ്ടാവും. അതുപോലെ അടുത്ത ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ബീക്കർ എടുക്കുക, അതിൽ വാട്ടർ എടുക്കുക. ടേക്ക് എ ബീക്കർ വിത്ത് വാട്ടർ, ദെൻ ആഡ് എ സ്മോൾ ക്രിസ്റ്റൽ ഓഫ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ ഒരു സ്മോൾ ക്രിസ്റ്റൽ ആ വാട്ടറിലേക്ക് ഇടുക. അപ്പോൾ ആ വാട്ടറിൽ ഈ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഡിസോൾവ് ആയി കഴിഞ്ഞാൽ കളറ് സ്പ്രെഡ് ആകുന്നതായിട്ട് കാണാൻ പറ്റും ഒരു ഷോർട്ട് പീരീഡിൽ തന്നെ. അതായത് അത് കംപ്ലീറ്റ് ആയിട്ട് വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് ഡിസപ്പിയർ ആകുന്നതായിട്ട് കാണാം. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കിയ ഇൻഫറൻസ് എന്താണെന്ന് വെച്ചാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ ഡിസോൾവ് ആകുന്നുണ്ട്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ടൈനി പാർട്ടിക്കിളായിട്ട് മാറുകയാണ്. അത് നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റില്ല. അതിന് എല്ലാ പ്രോപ്പർട്ടി ഉണ്ടാവും ആ മെറ്റീരിയലിൻ്റെ. അതായത് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ടേക്ക് എ ബീക്കർ വിത്ത് വാട്ടർ, then add a small crystal of potassium permanganate. Observation: potassium permanganate dissolve in water and its color spread gradually. With short period it completely dissolve in water and disappears. Inference: when potassium permanganate is dissolved in water, it split into tiny particles which cannot be seen in our eyes, but they have property of the material. എക്സാമിന് ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ചോദിക്കുക: what happened to the potassium permanganate crystals? It dissolves in water. Can you see the crystals? No. Why the particles cannot be seen even though potassium permanganate is present in solution? എന്തുകൊണ്ടാണ് നമുക്ക് ആ പാർട്ടിക്കിൾസിന് കാണാൻ പറ്റാത്തത്? അത് പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ സൊല്യൂഷൻ ആണെങ്കിൽ നമുക്ക് ആ പാർട്ടിക്കിളിനെ കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇറ്റ് സ്പ്ലിറ്റ് ഇൻ ടു ടൈനി പാർട്ടിക്കിൾ. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെറിയ പാർട്ടിക്കിളായിട്ട് മാറുന്ന വിച്ച് കനോട്ട് ബി സീൻ ഇൻ അവർ ഐസ്. നമ്മളുടെ കണ്ണുകളെ കൊണ്ട് നമുക്കത് കാണാൻ പറ്റില്ല. സിമിലർലി വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ, ഇറ്റ് ഡിസോൾവ്സ് ഓൾ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ ഹാസ് ബി സ്വീറ്റ്നെസ് ഓഫ് ദ ഷുഗർ. അതായത് ഇപ്പോൾ നമ്മൾ ഷുഗർ വെള്ളത്തിൽ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ സ്വീറ്റ്നെസ് ആ ഒരു വാട്ടറിനുണ്ടാവും. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളുടെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സോളിഡ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് സെയിം ആണോ? അല്ല. വിച്ച് സ്റ്റേറ്റ് ഓഫ് പാർട്ടിക്കിൾ റിമെയിൻ വെരി ക്ലോസ് ടു ഈച്ച് അതർ. ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾസ് വളരെ അടുത്തടുത്തുള്ളത്? സോളിഡ് സ്റ്റേറ്റിലാണ്. ഏത് സ്റ്റേറ്റിലാണ് പാർട്ടിക്കിൾ ഡിസ്റ്റൻ്റ് ആയിട്ടുണ്ട്, അതായത് ദൂരെ ആയിട്ടുള്ളത്? ഗ്യാസ് സ്റ്റേറ്റ്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും എഴുതിക്കോളൂ. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. അറേഞ്ച്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ സോളിഡിൽ ക്ലോസ്ലി പാക്ഡ് ആണ്, ലിക്വിഡിൽ ലൂസ്ലി പാക്ഡും, ഗ്യാസിൽ വെരി ലൂസ്ലി പാക്ഡുമാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് സോളിഡിൽ നെഗ്ലിജിബിളും, ലിക്വിഡിൽ സ്മോളും, ഗ്യാസിൽ വെരി ലാർജുമാണ്. അടുത്തത് ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഡിപ്പെൻഡ് അപ്പോൺ ദ എനർജി ദേ പോസസ്. അതിൻ്റെ എനർജിക്ക് അനുസരിച്ചിട്ടാണ് ആ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. സോളിഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് എനർജിയാണ് ഉണ്ടാവുക. അവിടെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് കുറവായിരിക്കും ഉണ്ടാവുക.
ആക്ച്വലി ഓൺലി ദേ ക്യാൻ വൈബ്രേറ്റ് ബൈ ഓക്യുപ്പൈങ് ദെയർ ഓൺ പൊസിഷൻ. അവിടെ ചെറിയൊരു വൈബ്രേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് പാർട്ടിക്കിൾ തീരെ മൂവ് ചെയ്യുന്നില്ല. ലിക്വിഡ് സ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിൾസ് ഇൻ ലിക്വിഡ് ഹാവ് മോർ എനർജി ദാൻ സോളിഡ്. സോളിഡിനെക്കാട്ടും എനർജി ഉണ്ട്. ദസ് റൈറ്റ് ഓഫ് ദ മൂവ്മെൻറ്റ് ഈസ് മോർ. കൂടുതൽ മൂവ്മെൻ്റ് ഉണ്ട്. പിന്നെ ഗ്യാസസ് സ്റ്റേറ്റിലാകുന്ന സമയത്ത് ഹിയർ ദ അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് ഈസ് ലീസ്റ്റ്. ഇവിടെ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഫോഴ്സ് കുറവായതുകൊണ്ട് തന്നെ അതിന് ഗ്രേറ്റർ എനർജി ആയിരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യും. ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് എനർജി ഓഫ് ഈച്ച് സ്റ്റേറ്റ് ബൈ ഹീറ്റിംഗ് ഓർ കൂളിംഗ് മാറ്റർ ഫ്രം വൺ സ്റ്റേറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു അനദർ സ്റ്റേറ്റ്. അതായത് എനർജി ചേഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിനെ നമുക്ക് കൂൾ ചെയ്താലോ ഹീറ്റ് ചെയ്താലോ ചേഞ്ച് ആവും. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറുകയാണ് ചെയ്യുക. അതായത് ലിക്വിഡ് വാപ്പറൈസേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ ഗ്യാസായി മാറും. കണ്ടൻസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ ലിക്വിഡായിട്ട് മാറും. അതുപോലെ ലിക്വിഡ് എന്ന് പറയുന്നത് സോളിഡിഫിക്കേഷനിലൂടെ സോളിഡായി മാറും. ലിക്വിഫിക്കേഷനിലൂടെ സോളിഡ് ലിക്വിഡായിട്ട് മാറും. അപ്പോൾ ഇതെല്ലാം എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ പാർട്ട് കണ്ടതിന് ശേഷം ഈ ഒരു പാർട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഗ്യാസിലോ സോളിഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ സോളിഡാവും. സബ്മിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ ഗ്യാസായി മാറും. സോളിഡ് സ്റ്റേറ്റിലുള്ള ഒരു മെറ്റീരിയലിനെ ലിക്വിഡാക്കി മാറ്റണമെങ്കിൽ ഹീറ്റ് ചെയ്താൽ മതി. ലിക്വിഡിനെ സോളിഡാക്കി മാറ്റണമെങ്കിൽ കൂൾ ചെയ്താൽ മതി. ഇനി ഒരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്താൽ അത് ഗ്യാസായി മാറും. ഗ്യാസിനെ കൂൾ ചെയ്താൽ ലിക്വിഡായി മാറും. വെൻ സം solid substances are heated, they are directly changed into gases without forming liquid. ചില സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ആയാൽ അത് ഡയറക്റ്റായിട്ട് ലിക്വിഡ് ആകുന്നതിന് പകരം ഗ്യാസായിട്ട് മാറും. ആ ഒരു പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് നാഫ്തലിൻ ബോൾസ് നമുക്ക് പറയാം. അതുപോലെ അയഡിൻ, അമോണിയം ക്ലോറൈഡ് ഇതൊക്കെയാണ് ഇതിൻ്റെ. ഇതൊരു ടേബിളാണ്. ഇതിൽ പ്രോപ്പർട്ടീസ് സോളിഡിൽ നിന്ന് ലിക്വിഡിലേക്ക് മാറുമ്പോഴും അതുപോലെ ലിക്വിഡിൽ നിന്ന് ഗ്യാസസിലേക്ക് മാറും. പിന്നെ ഗ്യാസ് ലിക്വിഡ് ആകുന്നതും സോളിഡ് ഗ്യാസായിട്ട് മാറുമ്പോഴുള്ള മൂവ്മെൻറ്റ്, പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഡിസ്റ്റൻസ്, അട്രാക്ഷൻ, അതുപോലെ എനർജി, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ടേബിൾ. അതായത് ഈ പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റ് സോളിഡിൽ നിന്ന് ലിക്വിഡ് ആകുന്ന സമയത്ത് ഇൻക്രീസ് ആവും. അതുപോലെ ലിക്വിഡിൽ നിന്ന് ഗ്യാസ് ആകുന്ന സമയത്തും ഗ്യാസിൽ നിന്ന് ലിക്വിഡ് തിരിച്ചാകുമ്പോൾ അതിൻ്റെയൊക്കെ കുറഞ്ഞിട്ടാണ് വരിക. സോളിഡിൽ നിന്ന് ഗ്യാസ് ആകുമ്പോൾ ഇൻക്രീസ് ആവും. പിന്നെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ഡിക്രീസ്. അതുപോലെ അട്രാക്ഷൻ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഡിക്രീസ് ഇൻക്രീസ്. പിന്നെ എനർജി. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ്. ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? എനർജി ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇൻക്രീസ്. ഡിഫ്യൂഷൻ ഓഫ് സബ്സ്റ്റൻസസ്. എന്താണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്? സ്പോണ്ടേനിയസ് മിക്സിംഗ് ഓഫ് ഡിഫറെൻറ്റ് പാർട്ടിക്കിൾ ഹാവിങ് ഫ്രീഡം ഓഫ് മൂവിങ് ഈസ് നോൺ ആസ് ഡിഫ്യൂഷൻ. അതായത് ഡിഫറെൻറ്റ് പാർട്ടിക്കിളിൻ്റെ മിക്സിങ്ങിലൂടെ ഈ പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റിന് ഒരു ഫ്രീഡം കിട്ടും. അതായത് ഇപ്പം നമ്മൾ ഇതുപോലെ ഈ ഒരു ജാറിൽ ഒരു ഇതുണ്ടെന്ന് വെച്ചോ, അതിൻ്റെ മേലെ വേറൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പ്രെഡ് ആകുന്നത് കാണാം. ഈ ഒരു പ്രോസസ്സിനെയാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് ഡിഫറെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റസ്. ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചിട്ടുണ്ടായിരുന്നു സോളിഡിൽ എങ്ങനെയാണ് ഡിഫ്യൂഷൻ നടക്കുക, ലിക്വിഡിൽ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഗ്യാസിൽ എങ്ങനെയാണെന്നൊക്കെ ആ ഒരു പാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. വിച്ച് ഡിപ്പെൻഡ് അപ്പോൺ ദ മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിളിനനുസരിച്ചിട്ട് ഡിഫ്യൂഷൻ റേറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ് റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ കൂടും. ഓൾസോ ഇൻക്രീസസ്. അതായത് ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിഫ്യൂഷൻ്റെ റേറ്റ് ഇൻക്രീസ് ആവും. ദർ ആർ നോ പോസിബിലിറ്റി ഓഫ് ഡിഫ്യൂഷൻ ഇൻ സോളിഡ് സ്റ്റേറ്റിൽ ഡിഫ്യൂഷൻ പോസിബിലിറ്റി ഇല്ല. വെൻ അയഡിൻ ക്രിസ്റ്റൽ ആർ ഹീറ്റഡ് ഇറ്റ് കൺവേർട്ടഡ് ടു അയഡിൻ വേപ്പർ. അതായത് ഇവിടെ ഇത് അയഡിൻ ക്രിസ്റ്റലാണ്. ഈ അയഡിൻ ക്രിസ്റ്റലിന് ചൂടാക്കുന്ന സമയത്ത് അയഡിൻ വേപ്പറായിട്ട് മാറുകയാണ്. ഇഫ് ഇറ്റ് ഈസ് ഹീറ്റഡ് ഇൻ എ ജാർ, ഇപ്പോൾ ഇതൊരു ജാറിലാണ് ഹീറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യും? സ്പ്രെഡാവും എല്ലാ ഭാഗത്തേക്കും. ഈ ഒരു ജാറിൻ്റെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡാവും. വാട്ട് ചേഞ്ചസ് ഒക്കർ ഇൻ ദ കളർ ഓഫ് അയഡിൻ വേപ്പർ ഇൻ ദ ലോവർ ഗ്യാസ് ജാർ. ആ ഒരു ലോവർ ഗ്യാസ് ജാറിലുള്ള ആ ഒരു അയഡിൻ്റെ കളറിൽ എന്ത് വ്യത്യാസം ഉണ്ടാവും? ഇൻറ്റൻസിറ്റി ഓഫ് കളർ ഡിക്രീസ് ആവും. വാട്ട് അബൌട്ട് ദ അപ്പർ ഗ്യാസ് ജാർ? അപ്പർ ഗ്യാസ് ജാറിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ കളർ ഇൻക്രീസ് ആവും.
വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? ഡ്യൂ ടു ദ ഇൻ്റർമിക്സിംഗ് ഓഫ് സ്പ്രെഡിങ് ഓഫ് അയഡിൻ വേപ്പർ ടു അപ്പർ ജാർ. അതായത് അവിടെ ഇൻ്റർമിക്സിങ് നടക്കുന്നത്, അതായത് താഴെയുള്ള ആ ഒരു അയഡിൻ്റെ വേപ്പർ മേലോട്ടേക്ക് പോകുന്നതാണ്. ദിസ് പാർട്ടിക്കിൾ ഓഫ് ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് മൂവ് ഫാസ്റ്റർ ആൻഡ് മിക്സ് വിത്ത് എയർ മോർ ഇഫക്റ്റീവ്ലി വെൻ ഇഗ്നേറ്റ്. അതായത് ചന്ദനത്തിരി കത്തിക്കുന്ന സമയത്ത് കൂടുതൽ സ്മെല്ല് സ്പ്രെഡ് ആകുന്നില്ല. ദസ് ദ ഫ്രാഗ്മെൻറ്റ് സ്പ്രെഡ് എവരിവെയർ ക്വിക്ക്ലി. ഇസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ടെമ്പറേച്ചർ ആൻഡ് ഡിഫ്യൂഷൻ? അതായത് ടെമ്പറേച്ചറും ഡിഫ്യൂഷൻ തമ്മിൽ റിലേഷൻ ഉണ്ട്. ഈ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് കൈനറ്റിക് എനർജി കൂടും, അപ്പോൾ ഡിഫ്യൂഷൻ റേറ്റും ഇൻക്രീസ് ആവും. പിന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ഡിഫ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് പാർട്ടിക്കിൾ ഇൻ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്? അതായത് ഡിഫ്യൂഷനും പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റും തമ്മിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റിലുള്ള പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ. ആസ് ദ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഇൻക്രീസസ് ഡിഫ്യൂഷൻ ഓൾസോ ഇൻക്രീസസ്. അതായത് പാർട്ടിക്കിൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡിഫ്യൂഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഗ്യാസ് സ്റ്റേറ്റിൽ കൂടുതൽ ഡിഫ്യൂഷൻ നടക്കും. വേറെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രെഡിങ് ഓഫ് സ്മെൽ ഓഫ് ഹോട്ട് ഫുഡ്, നമ്മളെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചൂട് ഭക്ഷണത്തിൻ്റെയൊക്കെ സ്പ്രെഡ്, പിന്നെ എന്താണ് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല്, പിന്നെ പെർഫ്യൂമിൻ്റെ സ്മെല്ല്, പിന്നെ ഒരു ഡ്രോപ്പ് ഓഫ് ഇങ്ക് നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്ലോലി സ്പ്രെഡ് ആകുന്നത്, ഇതൊക്കെ എന്താണ് ഡിഫ്യൂഷൻ. അടുത്ത ടോപ്പിക്കാണ് പ്യുവർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ്. On the basis of chemical characteristics, matter can be classified into pure substance and mixture. അതായത് നമ്മുടെ ഈ മാറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വെച്ചിട്ട് നമുക്ക് പ്യുവർ സബ്സ്റ്റൻസ് എന്നും മിക്സ്ചർ എന്നും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എല്ലാ സബ്സ്റ്റൻസും ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നതെങ്കിൽ അത് പ്യുവർ സബ്സ്റ്റൻസ് ആണ്. ഇപ്പോൾ ഒരു സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പാർട്ടിക്കിളിനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണെങ്കിൽ അത് മിക്സ്ചർ ആണ്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ സബ്സ്റ്റൻസിൽ ഗോൾഡ്, വാട്ടർ, ഐസ്, വാട്ടർ വേപ്പർ, ഷുഗർ, കോമൺ സാൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, ഇതൊക്കെയാണ്. മിക്സ്ചറിന് സോയില്, സാൾട്ട് സൊല്യൂഷന്, പിന്നെ സോഡ വാട്ടർ, ഷുഗർ സൊല്യൂഷൻ, അതൊക്കെയാണ്. മിക്സ്ചറിൽ നിന്ന് കോമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്സുകളെ പറ്റിയാണ് അടുത്ത് പഠിക്കാനുള്ളത്. നമ്മുടെ ഈ നാച്ചുറലിലുള്ള എല്ലാ സബ്സ്റ്റൻസും, മോസ്റ്റ് ഓഫ് ദ സബ്സ്റ്റൻസും കാണുന്നത് മിക്സ്ചറായിട്ടാണ്. അതിന് എക്സാമ്പിളാണ് സോയില്, സീ വാട്ടർ, റോക്ക് പൗഡർ, സാൻഡ്, റിവർ വാട്ടർ, എയർ, ഇതൊക്കെ. നമ്മൾ പല ഒക്കേഷൻസിലും നമുക്ക് കോമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതായത് നെല്ലിൽ നിന്ന് നമുക്ക് എന്ത് വേർതിരിക്കണം? നെല്ലിൽ നിന്ന് പതിര് വേർതിരിക്കുന്നത്, അത് ഹസ്ക് ഓർ ചഫ് ഫ്രം പാഡി, ടീ ഡ്രഗ് ഫ്രം ടീ, അതായത് ചായപ്പൊടിയിൽ നിന്ന് ചായപ്പൊടി, പിന്നെ കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ, അതായത് കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പ്, അയൺ പൗഡർ ഫ്രം മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് സാൻഡ്, അതായത് ഈ അലൂമിനിയം പൊടിയും ഇരുമ്പ് പൊടിയും കലർന്ന മിക്സ്ചറിൽ നിന്ന് ഇരുമ്പ് വേർതിരിക്കുന്ന പ്രോസസ്സ്. ഇതൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ടേബിള്. അതായത് ഇവിടെ കുറച്ച് ഇൻസ്റ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ മെത്തേഡും പ്രോപ്പർട്ടി ബേസിസും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇൻസ്റ്റൻസസ്, അതായത് സന്ദർഭം കൊടുത്തിരിക്കുന്നത് ട്രീ ഡ്രഗ് ഫ്രം ട്രീ, ചായപ്പൊടിയിൽ നിന്ന് ചായ വേർതിരിക്കുന്നത്. ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ മെത്തേഡാണ്. ഡിഫറെൻറ്റ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ, അത് പ്രോപ്പർട്ടി ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ സൈസ് വെച്ചിട്ടാണ് അത് ഇതാക്കുന്നത്. കോമൺ സാൾട്ട് ഫ്രം സീ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇവോപ്പറേഷൻ, ഡിഫറൻസ് ഇൻ ഇവോപ്പറേഷൻ റേറ്റ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എന്തായാലും ഇത് നിങ്ങൾ പഠിക്കാം. ചാഫ് ഫ്രം പാഡി, വിൻവോയിങ്, ഡിഫറൻസ് ഇൻ ദെയർ മാസസ്, അയൺ പൗഡർ ഫ്രം ദ മിക്സ്ചർ ഓഫ് അയൺ പൗഡർ ആൻഡ് അലൂമിനിയം പൗഡർ, മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് നേച്ചർ, സ്റ്റോൺസ് ആൻഡ് പാഡി ഇൻ റൈസ്, ഹാൻഡ് പിക്കിങ്, സൈസ്, കളറ്, പിന്നെ മഡി വാട്ടർ എന്ന് പറഞ്ഞാൽ സെഡിമെൻറ്റേഷൻ, ഹെവി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയെ ബേസ് ചെയ്തിട്ടാണ്. അയൺ പ്ലസ് സാൻഡ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് സെപ്പറേഷൻ, മാഗ്നറ്റിക് നാച്ചുറൽ. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെപ്പറേഷൻ ടെക്നിക്സ് ആണ് അടുത്ത പറയുന്നത്, അതാണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് പ്രോസസ് ഓഫ് ഹീറ്റിംഗ് എ ലിക്വിഡ് ഫ്രം വാപ്പർ ആൻഡ് ദെൻ ഇറ്റ്സ് കൂൾ ടു വാപ്പർ ഇറ്റ് ബാക്ക് ടു ലിക്വിഡ്. അതായത് നമ്മളൊരു ലിക്വിഡിനെ ഹീറ്റ് ചെയ്തിട്ട് വാപ്പറായിട്ട് മാറുകയും ഈ വാപ്പറിനെ കൂൾ ചെയ്താൽ ലിക്വിഡാക്കി മാറ്റുന്ന ഈ ഒരു പ്രോസസ്സാണ് ഡിസ്റ്റിലേഷൻ. This process is generally used for mixture of having one component must be
വൊളൈറ്റൈൽ ആൻഡ് അതർ നോൺ വൊളൈറ്റർ ആൻഡ് ദ സെയിം കണ്ടീഷൻ. അതായത് ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചറിൽ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് വൊളൈറ്റൈലും ആണ്, വേറൊരു കോമ്പൗണ്ട് നോൺ വൊളൈറ്റൈലും ആണ് എങ്കിൽ ആൻഡ് ഒരു സെയിം കണ്ടീഷനിൽ ഇഫ് ദ കോമ്പണൻറ്റ്സ് ഓഫ് മിക്സ്ചർ പൊസസ് ലാർജ് ഡിഫറൻസ് ബോയിലിംഗ് പോയിൻറ്റ്. ഇപ്പോൾ ഒരു മിക്സ്ചറിൻ്റെ കോമ്പോണൻസിൽ ബോയിലിംഗ് പോയിൻറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ദ സെപ്പറേഷൻ ഓഫ് കോമൺ സാൾട്ട് സൊല്യൂഷൻ യൂസിങ് ഡിസ്റ്റിലേഷൻ. ഈ ഒരു കോമൺ സാൾട്ടിൻ്റെ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലൂടെ എങ്ങനെ വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ സോൾട്ട് വാട്ടർ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കോമ്പൗണ്ടൻ്റാണ് ഇവോപ്പറേറ്റ് ചെയ്ത് പോവുക, അതായത് നീരാവിയായി പോകുന്നത് വാട്ടറാണ്. വിച്ച് സബ്സ്റ്റൻസ് വിൽ ബി റിമെയിൻ ഇൻ ദ ഫ്ലാസ്കിൽ റിമെയിൻ ചെയ്യുന്ന സബ്സ്റ്റൻസ് ഏതാണ്, അതിനുള്ള റീസൺ കോമൺ സാൾട്ടാണ് ആ ഫ്ലാസ്കിൽ റിമെയിൻ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് നോൺ വോളറ്റൈലാണ്, അത് വോളറ്റൈൽ ചെയ്യില്ല. വാട്ട് ഹാപ്പൻ ടു ദ വാട്ടർ വേപ്പർ വെൻ ഇറ്റ്സ് പാസസ് ത്രൂ ദ കണ്ടൻസർ. ഈ വാട്ടർ വേപ്പർ കണ്ടൻസറിലൂടെ പാസ് ചെയ്താൽ എന്താണ് സംഭവിക്കുക, ഈ വാട്ടർ വേപ്പർ കൺവേർട്ട് ചെയ്തിട്ട് ലിക്വിഡ് ആവും കൂളിംഗ് കാരണം. ഇതിൻ്റെ കുറച്ച് യൂസസ് എന്താണെന്ന് വെച്ചാൽ സെപ്പറേഷൻ ഓഫ് കോമൺ സാൾട്ട് ഫ്രം സലൈൻ വാട്ടർ. സലൈൻ വാട്ടറിനെ നമുക്ക് ഈ ഒരു സെപ്പറേഷനിലൂടെ അതിൽ നിന്ന് നമുക്ക് സോൾട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൺവേർഷൻ ഓഫ് ഓർഡിനറി വാട്ടർ, അതായത് ഇതിൽ കുറേ ഡിസോൾവ്ഡ് ആയിട്ടുള്ള മിനറൽസ് ഉണ്ടാവും, അത് നമുക്ക് ഡിസ്റ്റൽഡ് വാട്ടർ ആക്കാൻ പറ്റും. അത് നമുക്ക് അതുപോലെ തന്നെ വാട്ടർ യൂസ്ഡ് ഫോർ ഡിസ്റ്റൽഡ് വാട്ടർ ഇൻജക്റ്റഡ് മെഡിസിൻസിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ സ്റ്റോറേജ് ബാറ്ററിയിൽ ഇത് യൂസ് ആക്കാൻ പറ്റും. ദ അപ്പാരൻസ് യൂസ് ടു ലിക്വിഫൈ ദ ഡിസ്റ്റൽഡ് ലിക്വിഡ് ബൈ കൂളിംഗ് ഈസ് കോൾഡ് കണ്ടൻസർ. അതായത് ലിക്വിഡിന് നമുക്ക് വേപ്പർ കൂളി ചെയ്തിട്ട് ലിക്വിഡ് ആകുന്ന ആ ഒരു ഇത് ഇവിടെ വെച്ചിട്ടാണ് കണ്ടൻസറിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. Fractional distillation, the separation of miscible liquids in which there is only a small difference in the boiling point. The method of fractional distillation through a fractionating column by repeated liquefaction and vaporization. അതായത് ഒരു മിക്സ്ചറിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളെ അത് വേർതിരിച്ച്, അതായത് ഇപ്പോൾ ആ മിശ്രിതത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ തമ്മിൽ ചെറിയ ബോയിലിംഗ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ എങ്കിൽ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലൂടെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു മിക്സ്ചറിലുള്ള വാപ്പർ ഫ്രാക്ഷനേറ്റിംഗ് കോളത്തിലൂടെ കടന്നു പോകുമ്പോൾ ആവർത്തിച്ചിട്ട് അവിടെ എന്തുണ്ടാവും, വാപ്പറൈസേഷനും ലിക്വിഫിക്കേഷനും ഉണ്ടാവും. അങ്ങനെയാണ് ഇത് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് ഈ മിക്സ്ചറിലുള്ള ഘടകങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഫസ്റ്റ് ഏത് ഇതാണ് നമുക്ക് ആദ്യം കിട്ടുക ലിക്വിഡിൽ, അതായത് ദ ലിക്വിഡ് വിത്ത് ലോവർ ബോയിലിംഗ് പോയിൻറ്റ് ഈസ് കളക്റ്റഡ് ഫസ്റ്റ് ആൻഡ് ദാറ്റ് വിത്ത് ഹയർ ബോയിലിംഗ് പോയിൻറ്റ് കളക്റ്റഡ് ലേറ്റർ. ബോയിലിംഗ് പോയിൻറ്റ് കുറഞ്ഞ ലിക്വിഡ് നമുക്ക് ആദ്യം കിട്ടും, ബോയിലിംഗ് പോയിൻറ്റ് കൂടിയ ലിക്വിഡ് പിന്നീട് കിട്ടും. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഥനോളും മെഥനോളും സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഹൈഡ്രോ കാർബൺസ്, ക്രൂഡ് ഓയിലുള്ള ഹൈഡ്രോ കാർബൺസ് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിൻ്റെ യൂസ്. സെപ്പറേഷൻ ഓഫ് കോമ്പോണൻറ്റ്സ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ക്രൂഡ് ഓയിൽ വിച്ച് ഈസ് ഡ്രിൽഡ് ഔട്ട് ഫ്രം ദ ഡെപ്ത് ഓഫ് ദ എർത്ത് ഈസ് ദ മിക്സ്ചർ ഓഫ് ലിക്വിഡ് ഹൈഡ്രോ കാർബൺസ് വിച്ച് ഹാവ് ഓൺലി എ സ്മോൾ ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിൻറ്റ്. ദ കോമ്പോണൻറ്റ്സ് സച്ച് എസ് കെറോസിൻ, പെട്രോൾ, ഡീസൽ, നാഫ്ത എക്സെട്ര ആർ സെപ്പറേറ്റഡ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അതായത് എന്താണ് ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിക്കടിയിലെ ആഴങ്ങളിൽ കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലുകളുടെ ബോയിലിങ്ങിൽ അധിക വ്യത്യാസമില്ലാത്ത ഹൈഡ്രോ കാർബണുകളുടെ ഒരു മിക്സ്ചറാണ്. ഇതിൽ നിന്ന് ഈ ഒരു ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ വഴി പെട്രോൾ, ഡീസൽ, അതുപോലെ തന്നെ കെറോസിൻ, നാഫ്ത തുടങ്ങിയ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും. അടുത്ത ടോപ്പിക്ക് സെപ്പറേഷൻ യൂസിങ് സെപ്പറേറ്റിംഗ് ഫണൽ. The components from the mixture of immiscible liquids having difference in densities can be separated using separating funnel. Example, mixture of kerosene and water. അതായത് പരസ്പരം കലരാത്ത ലിക്വിഡിനെ അവയുടെ മിക്സ്ചറിൽ നിന്ന് വേർതിരിക്കാൻ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത്. സെപ്പറേറ്റിംഗ് ഫണൽ യൂസ് ചെയ്തിട്ട് നമുക്കൊരു മിക്സ്ചറിലുള്ള ഇടകലരാത്ത
കോമ്പോണൻസിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് കെറോസിനും വാട്ടറിൻ്റെയും മിക്സ്ചർ. അതായത് ഈ കെറോസിൻ്റെയും വാട്ടറിൻ്റെയും മിക്സ്ചർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സബ്മിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോമ്പോണൻറ്റ്സ് ലൈക്ക് അമോണിയം ക്ലോറൈഡ് ആൻഡ് അയഡിൻ എക്സെട്ര ഹാവിങ് ദ പ്രോപ്പർട്ടി ഓഫ് സബ്മിലേഷൻ ദാറ്റ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ ദിസ് മെത്തേഡ്. അതായത് അമോണിയം ക്ലോറൈഡും അയഡിനൊക്കെ ഒരു പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ അത് സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് നേരെ ഗ്യാസ് സ്റ്റേറ്റിലേക്ക് മാറും. ആ സബ്മിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഇതിനൊക്കെ ഈ ഒരു മെത്തേഡ് സബ്മിലേഷൻ എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇതിനുള്ളത്. സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് കോമ്പോണൻറ്റ്സ് ഫ്രം മിക്സ്ചർ based on the difference in mass of the particle. The mixture is taken in a test tube and rotated fast. The particle with higher mass will be separated from the mixture and move away from the center of rotation. This method is used in clinical laboratories to separate blood cell from blood. It is also used to separate the precipitate obtained during chemical reaction. അതായത് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറഞ്ഞ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പാർട്ടിക്കിളിലെ മാസിൻ്റെ അടിസ്ഥാനത്തിൽ ആ മിക്സ്ചറിലുള്ള കോമ്പോണൻസിനെ വേർതിരിക്കുന്ന ഒരു മാർഗ്ഗമാണ്. നമ്മുടെ ലബോറട്ടറിയിലൊക്കെ ബ്ലഡിലുള്ള ബ്ലഡ് സെൽസൊക്കെ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രിസിപ്പിറ്റേറ്റ് ഒക്കെ ഇത് വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു മിക്സ്ചർ എന്ന് പറയുന്നത് ഇപ്പം നമുക്കിപ്പോൾ ഏതാണോ മിക്സ്ചർ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കേണ്ടത് അത് ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തതിന് ശേഷം അത് റൊട്ടേറ്റ് ചെയ്യും ഫാസ്റ്റായിട്ട്. അപ്പോൾ ഹയർ മാസസ് ഉള്ളത് ആ മിക്സ്ചറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വരികയാണ് ചെയ്യുക. Chromatography is the method used to separate more than one solute dissolved in the same solvent. അതായത് ഒരേ സൊല്യൂഷനിൽ അലിഞ്ഞിരിക്കുന്ന ഒന്നിലധികം സൊല്യൂട്ടുകളെ വേർതിരിക്കാനുള്ള മാർഗമാണ് ക്രൊമാറ്റോഗ്രഫി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഫോർ എക്സാമ്പിൾസ് ആയിട്ട് ഫോർ സെപ്പറേറ്റിംഗ് കോമ്പോണൻറ്റ്സ് ഫ്രം ഡൈൻസ്, അതായത് ചായങ്ങളിൽ നിന്ന് ഘടകങ്ങൾ വേർതിരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റിംഗ് പോയ്സണസ് സബ്സ്റ്റൻസ് മിക്സഡ് വിത്ത് ബ്ലഡ്, അതായത് നമ്മുടെ രക്തത്തിലൊക്കെ കലർന്ന ഈ ഒരു പോയ്സൺ സബ്സ്റ്റൻസ് ഒക്കെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ട് us.